ഇന്ത്യയിലെ UPI സേവനങ്ങൾ ഇപ്പോൾ ഒട്ടേറെ വിദേശ രാജ്യങ്ങളിൽ ലഭ്യമാണ്. UPI സേവനങ്ങൾ ഏതൊക്കെ രാജ്യങ്ങളിൽ ലഭ്യമാണ്, അവ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ വിശദാംശങ്ങൾ അറിയുന്നതിനായി വീഡിയോ കാണുക. ഡ്രീം സ്റ്റേറ്റിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ UPI സേവനങ്ങൾ അനേകം വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വിദേശ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ ഗുണകരമാണ്. ഡിജിറ്റൽ പേയ്മെന്റുകൾ വളരെ എളുപ്പത്തിലും വേഗത്തിലും നിർവഹിക്കാനാകുമെന്നതാണ് UPI ആപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. വിദേശ രാജ്യങ്ങളിൽ UPI പേയ്മെന്റുകൾ നടത്തുന്നതിന് മാത്രമല്ല, ഒരു വിദേശ രാജ്യത്ത് നിന്നും ഇന്ത്യയിലേക്ക് പണം അയക്കുന്നതിന് വരെ UPI ആപ്പുകൾ ഉപയോഗിക്കാൻ ഇപ്പോൾ സാധിക്കുന്നതാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വസ്തുത, എല്ലാ വിദേശ രാജ്യങ്ങളിലും ഈ ഒരു സേവനം ലഭ്യമായിട്ടില്ല. പരിമിതമായ ഏതാനും ചില രാജ്യങ്ങൾ മാത്രമേ ഇപ്പോൾ ഇത് ലഭ്യമായിട്ടുള്ളൂ. 2024 ഫെബ്രുവരിയിൽ UPI സേവനങ്ങൾ ശ്രീലങ്കയിലും മൗറീഷ്യസിലും ലോഞ്ച് ചെയ്യുകയുണ്ടായി. 2024 ജനുവരിയിൽ ഫ്രാൻസിലും UPI സേവനം തുടങ്ങിയിരുന്നു. കഴിഞ്ഞ 1.5 വർഷത്തിനിടെ അനേകം വിദേശ രാജ്യങ്ങൾ UPI സേവനം നടപ്പാക്കിയിട്ടുണ്ട്. ഏതൊക്കെ വിദേശ രാജ്യങ്ങളിൽ UPI സേവനം ഉപയോഗിക്കാൻ സാധിക്കും എന്നതിന്റെ ഒരു ലിസ്റ്റ് കേന്ദ്ര സർക്കാർ അടുത്ത കാലത്ത് പുറപ്പെടുവിച്ചിരുന്നു. അതനുസരിച്ച് ഭൂട്ടാൻ, ഒമാൻ, മൗറീഷ്യസ്, ശ്രീലങ്ക, നേപ്പാൾ, ഫ്രാൻസ്, മലേഷ്യ, തായ്ലൻഡ്, ഫിലിപ്പീൻസ്, വിയറ്റ്നാം, സിംഗപ്പൂർ, കംബോഡിയ, സൗത്ത് കൊറിയ, ജപ്പാൻ, തായ്വാൻ, ഹോങ്കോങ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ UPI സേവനം ഇപ്പോൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. UPI സേവനം നടപ്പാക്കിയിട്ടുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിലും തന്നെ അവ പൂർണ്ണ തോതിൽ ലഭ്യമല്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. ചില രാജ്യങ്ങളിൽ UPI ആപ്പുകൾ ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്താൻ സാധിക്കും. QR കോഡ് സ്കാൻ ചെയ്തുള്ള പേയ്മെന്റുകൾ നടത്തുന്നതിനൊക്കെ സാധിക്കും. എന്നാൽ അതേസമയം ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ, അതായത് ആ വിദേശ രാജ്യത്ത് നിന്നും ഇന്ത്യയിലേക്ക് പണം അയക്കുന്നതിന് സാധിക്കില്ല. എന്നാൽ മറ്റു ചില വിദേശ രാജ്യങ്ങളിൽ നിന്നും ക്രോസ് ബോർഡർ ട്രാൻസാക്ഷൻ അനുവദനീയമാണ്. അതായത് നിങ്ങളുടെ UPI ആപ്പ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിദേശ രാജ്യത്ത് നിന്നും ഇന്ത്യയിലേക്ക് നിങ്ങൾക്ക് പണം അയക്കുന്നതിന് സാധിക്കും. UPI സേവനം വിദേശ രാജ്യങ്ങൾ ഉപയോഗിക്കുന്നതിന് നിങ്ങളുടെ UPI ആപ്പുകൾ ഇന്റർനാഷണൽ പേയ്മെന്റ്സ് എനേബിൾ ചെയ്യേണ്ടതുണ്ട്. നിങ്ങളുടെ UPI ആപ്പിന്റെ സെറ്റിംഗ്സിൽ അത് എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് UPI സേവനം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം ശ്രദ്ധിക്കുക. വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യൻ ടൂറിസ്റ്റുകൾക്ക് UPI സേവനം ഉപയോഗിക്കാൻ സാധിക്കുമോ? അതായത് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യക്കാർക്ക് വിദേശ രാജ്യങ്ങളിൽ വെച്ച് നിലവിലുള്ള അവരുടെ UPI ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്താൻ സാധിക്കുമോ എന്നതാണ് ചോദ്യം. വിദേശ രാജ്യങ്ങളിൽ താമസിക്കുന്ന വിദേശ ഇന്ത്യക്കാർക്കാണ് UPI സേവനം ഏറ്റവും കൂടുതൽ പ്രയോജനപ്രദമാകുന്നത്. അതേസമയം ഇന്ത്യയിൽ നിന്നെത്തുന്ന ടൂറിസ്റ്റുകൾക്ക്, ഇന്ത്യയിൽ നിന്നും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ടൂറിസ്റ്റുകൾക്ക് വളരെ പരിമിതമായ തോതിൽ മാത്രമേ UPI ആപ്പുകൾ ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. വിദേശ രാജ്യങ്ങളിലെ ഏതാനും ചില വ്യാപാര സ്ഥാപനങ്ങൾ മാത്രമേ UPI പേയ്മെന്റ്സ് ഇപ്പോൾ സ്വീകരിക്കുന്നുള്ളൂ. അതായത് ഇത്തരം പേയ്മെന്റുകൾ അവിടെ വ്യാപകമായിട്ടില്ല എന്നർത്ഥം. അതിനാൽ തന്നെ വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം UPI പേയ്മെന്റുകൾ നടത്തുന്നതിന് വളരെയേറെ പരിമിതികളുണ്ട്. കൂടാതെ ഇവ രാജ്യാന്തര തലത്തിലുള്ള പേയ്മെന്റ് ആയതിനാൽ ഇന്ത്യൻ രൂപ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും നിങ്ങൾ ഇന്റർനാഷണൽ പേയ്മെന്റ് നടത്തേണ്ടി വരുന്നത്. അക്കാരണത്താൽ തന്നെ നിങ്ങളുടെ ബാങ്കുകൾ ഇത്തരം പേയ്മെന്റുകൾക്ക് പ്രോസസ്സിംഗ് ഫീയും ട്രാൻസാക്ഷൻ ഫീയും ഒക്കെ ചാർജ് ചെയ്തേക്കാൻ സാധ്യതയുണ്ട്. ഇതിനെല്ലാം പുറമെ നിങ്ങളുടെ UPI ആപ്പിന്റെ സെറ്റിംഗ്സിൽ ഇന്റർനാഷണൽ പേയ്മെന്റ്സ് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കേണ്ടതുണ്ട്, അത് എനേബിൾ ചെയ്തിരിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ UPI ആപ്പ് ഉപയോഗിച്ച് പേയ്മെന്റുകൾ നടത്തുന്നതിന് സാധിക്കുകയുള്ളൂ. UPI സേവനം ഏതൊക്കെ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ലഭ്യമാണ്, ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിച്ചത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഡ്രീം സ്റ്റേറ്റ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.